കച്ച് വർക്ക് സാരീസ് ട്രഡീഷണൽ ആയിട്ടുള്ള ഗുജറാത്തിലെ ഹാൻഡ് വർക്കാണ്, യുണീക്കായിട്ടുള്ള വർക്കാണ് കച്ച് വർക്ക് എന്ന് പറയുന്നത്. കച്ച് വർക്ക് ജാസ സിൽക്ക് സാരീസിലൊക്കെ വരുമ്പോൾ ഒരു പ്രീമിയം റേഞ്ചിലേക്ക് പോകും. എന്നാൽ ആ കച്ച് വർക്ക് സാരീസ്, കച്ച് വർക്കിൻ്റെ സെയിം ഇഫക്റ്റിൽ തന്നെ വരുന്ന സാരി സെമി സിൽക്കിൽ വന്നേക്കാണ് കേട്ടോ. ബഡ്ജറ്റ് റേഞ്ചിലാണ് വന്നേക്കുന്നത്, അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ചിൽ വന്നേക്കുന്ന സാരിയുടെ കളക്ഷനാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 3099 ആണ്. BLD 174 ആണ് പ്രോഡക്റ്റ് കോഡ് വരുന്നത്. ലോങ് വ്യൂവിൽ വീഡിയോയിലൊക്കെ കാണുമ്പോൾ ഒരു പ്യുവർ ടെസറി വന്നേക്കുന്നത്, ആ ഒരു ടെസർ ഫിനിഷ് സെമി ടെസർ ഫാബ്രിക്കിലാണ് ഈ കച്ച് വർക്ക് ഡീറ്റെയിലിംഗ് വന്നേക്കുന്നത്. ഇത് മെഷീൻ വർക്കാണ്. മെഷീനിൽ ആ ഒരു കച്ചിൻ്റെ ഫിനിഷിലിംഗ് വരുന്ന എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് ആണ് കേട്ടോ വന്നേക്കുന്നത്. ഫുൾ സാരിയിൽ പൈപ്പിംഗ് ഡീറ്റെയിലിങ്ങും അതുപോലെ മിറർ വർക്കിൻ്റെ ഫിനിഷിങ്ങും ഒക്കെ ആയിട്ട് വന്നേക്കുന്ന ബ്യൂട്ടിഫുൾ സാരിയുടെ കളക്ഷനാണ്. നമുക്ക് കളക്ഷൻസ് കാണാം. 5 വേരിയൻസ് ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത്. 5 വേരിയൻസ്. ഇപ്പം ഞാനൊരു 3 വേരിയൻസും കൂടി ഇനി നമുക്ക് ഇവിടെ ഞാൻ കാണിച്ചു തരാം. ഇതാണ്ടോ 3 കളേഴ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് വന്നേക്കുന്നത് ഇതാണ്ടോ നല്ലൊരു ഗ്രേ ടോൺ, ഡാർക്കർ ഒലീവ് ടോണാണ്. ഞാൻ ഉടുത്തിരിക്കുന്നത് ഒരു ഗ്രീൻ ടോണിൽ വന്നേക്കുന്ന സാരിയാണ്. പിന്നെ ഒരു ബ്ലൂ ആൻഡ് വൈൻ കളർ, ഇങ്ങനെ 3 കളേഴ്സിലാണ് ഈ പ്രോഡക്റ്റ് നമ്മൾ അവൈലബിൾ ആക്കിയേക്കുന്നത്. ഒരു വേരിയൻറ്റും കൂടി ഉണ്ട്. ഈ പ്രോഡക്റ്റ് കോഡ് സെർച്ച് ചെയ്താൽ നമുക്ക് ആ ഒരു വേരിയൻ്റെ ഫോട്ടോയും കൂടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഈ സാരിയുടെ ഒരു ഡീറ്റെയിൽഡ് വ്യൂ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് കണ്ടോ ഈ ഒരു സെമി സിൽക്ക് ഫിനിഷാണ്. അതായത് ടെസർ സാരീസിലൊക്കെ കാണുന്ന ആ ഒരു ഗ്രെയിൻസ് വരുന്ന പോലെ വരുന്ന പ്രിൻറ്റ് ഡീറ്റെയിലിംഗ് ആണ് ഈ സെമി സിൽക്ക് ഫാബ്രിക്ക് വരുന്നത്. എന്നിട്ട് കച്ച് വർക്ക് ഫിനിഷിങ്ങിലുള്ള എംബ്രോയിഡറി ഡീറ്റെയിലിംഗ്, അത് മെഷീൻ എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് ആണ് വന്നിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ മിററിൻ്റെ ഫിനിഷിങ്ങും വന്നിട്ടുണ്ട്. മിറർ വർക്ക് ഒറിജിനൽ മിറേഴ്സാണ് കേട്ടോ, പ്ലാസ്റ്റിക് മിറേഴ്സാണ് പെയർ ചെയ്തേക്കുന്നത്. എനിക്ക് ഫീൽ ചെയ്ത് നോക്കിയപ്പോൾ ആദ്യം ഒറിജിനലാണെന്ന് തോന്നി. പ്ലാസ്റ്റിക് മിറേഴ്സാണ് ഫിനിഷിങ്ങിന് വേണ്ടി കൊടുത്തേക്കുന്നത്. ആൻഡ് ഇതിൻ്റെ ഫുൾ സാരിയിൽ ഒരു പൈപ്പിംഗ് ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട്. ഫുൾ സാരിയിൽ ഇതുപോലെ തന്നെ ആ 2 ബോർഡേഴ്സിലും പല്ലുവിലും നല്ല ഗ്രാൻഡായിട്ടും ഇതുപോലെ തന്നെ ആ ഒരു കച്ച് വർക്ക് ഫിനിഷിങ് വന്നിട്ടുണ്ട്. നമ്മൾ ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഒരു ബ്ലൂ കളർ പ്രീമിയം റേഞ്ചിൽ വരുന്ന ഒരു കച്ച് വർക്ക് സാരി പ്യുവർ ടെസർ സാരിയിൽ ചെയ്തിരുന്നു. ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്, ഇത് മെഷീനിൽ ചെയ്യുന്നതാണ്, അത് മെഷീൻ വർക്കാണ്. നമ്മൾ ടെസർ സിൽക്കിൽ കണ്ടത് പ്യുവർ ഹാൻഡ് വർക്കിൽ ചെയ്യുന്ന കച്ച് വർക്ക് സാരിയാണ്. ഇത് കച്ച് ഇഫക്റ്റിൽ ചെയ്യുന്ന മെഷീൻ എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് ആണ് കേട്ടോ. ഫുൾ സാരിയിൽ ഇങ്ങനെയാണ് ബ്ലൗസ് മെറ്റീരിയൽ പെയർ ചെയ്തേക്കുന്നതും സെയിം ഫാബ്രിക്കിൽ തന്നെ വരുന്ന ബ്ലൗസ് മെറ്റീരിയലുമാണ് പെയർ ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് അടുത്ത കളർ ഓപ്ഷൻ നോക്കാം. ഇനി വൈൻ റെഡ് കളറിൽ ആ ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിലുള്ള കച്ച് എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് വരുന്ന പോലെ ഒരു ഡീറ്റെയിലിംഗ് ഇതാണ്ടോ. ഇതാണ് അടുത്ത സാരിയുടെ ലുക്ക് വരുന്നത്. എല്ലാം ഫുള്ളായിട്ട് കച്ച് വർക്ക് ഡീറ്റെയിലിംഗ് വന്നേക്കാണ് കേട്ടോ സാരിയിൽ. ഇങ്ങനെയാണ് ഇതിലെ ആ ഒരു വർക്ക് ഡീറ്റെയിലിംഗ് വന്നേക്കുന്നത്. ഫുൾ സാരിയിൽ ഇതുപോലെ പല്ലുവിലും അതുപോലെ തന്നെ ബോർഡർ ഡീറ്റെയിലിങ്ങും ഒക്കെ ആയിട്ട് സ്കാറ്റർ ചെയ്തിട്ടുള്ള ഡയമണ്ട് പാറ്റേൺസും ഒക്കെ ആയിട്ട് വരുന്ന സാരിയാണ്. ഇത് സെക്കൻഡ് ഓപ്ഷൻ. ഇതിൻ്റെ കൂടെ വരുന്ന ബ്ലൗസ് മെറ്റീരിയൽ സെയിം പ്ലെയിൻ റണ്ണിങ് മെറ്റീരിയൽ വിത്ത് സ്ലീവ്സിൽ എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് വരുന്നതാണ് കേട്ടോ. ഇത് അടുത്ത ഓപ്ഷൻ, വൈൻ റെഡ് കളർ. ഇനി നെക്സ്റ്റ് ഓപ്ഷൻ വരുന്നത് ബ്ലൂവിൽ ഓഫ് വൈറ്റ് ഷെയ്ഡിൽ വരുന്ന കച്ച് വർക്ക് ഡീറ്റെയിലിംഗ്. ബ്ലൂവിൽ ഇതുപോലെ തന്നെ ഈ ഒരു ഡിസൈൻ പാറ്റേൺ, അതും പ്രിൻ്റ് വന്നേക്കുന്നത് ആ ഒരു ദേശി ടെസർ ഫാബ്രിക്കിൽ വരുന്ന ആ ഒരു ഡീറ്റെയിലിംഗ് വരുന്ന പ്രിൻ്റ് ഡീറ്റെയിലിംഗ്. ആൻഡ് ഇതിൽ പല്ലുവൊക്കെ സെയിം തന്നെയാണ്, പൈപ്പിംഗ് ഫിനിഷിംഗ് ഒക്കെ വന്നിട്ടുണ്ട്. BLD 174 ആണ് പ്രോഡക്റ്റ് കോഡ് വരുന്നത്. 3099 ആണ് പ്രൈസ് റേഞ്ച് വരുന്നത്. ഇനി അടുത്ത കളർ ഓപ്ഷൻ കാണാം. ഇതാണ് അടുത്ത കളർ ഓപ്ഷൻ വരുന്നത്. ഒരു ചോക്ലേറ്റ് കളർ, ചോക്ലേറ്റ് പ്യുവർ ചോക്ലേറ്റ് അല്ല, ഒരു കുറച്ചൊരു ബേജ് ടിൻറ്റും കൂടെ വരുന്ന കളറാണ്. ഇതിൽ കച്ച് വർക്ക് ഡീറ്റെയിലിംഗ് വന്നിരിക്കുന്ന സാരി. ഇതെല്ലാം നമ്മൾ SBP കോഡിലാണ് അവൈലബിൾ ആക്കിയേക്കുന്നത്. SBP 174 3099 ആണ് പ്രൈസ് റേഞ്ച് വരുന്നത്. അപ്പം ഇതിൻ്റെ എല്ലാം ഡ്രൈപ്ഡ് ആയിട്ടുള്ള ഫോട്ടോസ് വെബ്സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും. ഈ പ്രോഡക്റ്റ് BLD 174 കോഡിലാണ് കേട്ടോ അവൈലബിൾ ആക്കിയേക്കുന്നത്. ചെക്ക് ഇറ്റ് ഔട്ട് at www.aham.store.
ഫുള്ളി സ്റ്റിച്ച്ഡ് ആയിട്ട് വന്നിരിക്കുന്ന റെഡി ടു ഡിസ്പാച്ച് ആയിട്ട് വരുന്ന ഒരു കളക്ഷനാണ്. ടോപ്പ് ആൻഡ് ബോട്ടം വെരി ഗുഡ് ഫിനിഷിംഗ് ആണ്. നമ്മളുടെ മിസ് 20യുടെ കുർത്താസ് നമ്മൾക്ക് എനിക്കൊന്ന് ഓൾറെഡി കസ്റ്റമേഴ്സ് വളരെ ഫെമിലിയർ ആയിരിക്കും. ഭയങ്കര നല്ല ഫിനിഷിങ്ങിൽ വന്നിട്ടുള്ള കുർത്താസാണ്. അതാണ് ഫസ്റ്റ് പോയിന്റ്. എനിക്കത് ഏറ്റവും കൂടുതൽ എനിക്ക് മിസ് 20യുടെ കുർത്താസ് വരുമ്പോഴത്തേക്ക് എനിക്കതാണ് ഇഷ്ടം. SVയുടെ കോഡിൽ വരുന്ന കുർത്താസിൻ്റെ ഒക്കെ ഫിനിഷിങ് എനിക്ക് എക്സ്ട്രീംലി ഗുഡായിട്ടാണ് തോന്നുന്നത്. വെരി നീറ്റ്ലി ഡൺ, ലൈക്ക് ഇറ്റ്സ് ലൈക്ക് വെരി പ്രൊഫഷണലി ഡൺ എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ. സോ ദിസ് ഇസ് ദി ഫസ്റ്റ് ഡിസൈൻ. നമുക്കിതിൻ്റെ ഒരു 3 വേരിയേഷൻസ് ആണ് വന്നിരിക്കുന്നത്. സിമിലർ ആയിട്ടുള്ള ലുക്ക് അതിനകത്ത് ഡിസൈൻ വേരിയേഷൻ ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ഒരു ലുക്ക് കാണാം. പിങ്ക് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ആൻഡ് ഇതിനകത്ത് നമുക്ക് ബോട്ടം ഒരു സ്ട്രൈപ്പ് ഡീറ്റെയിലിംഗ്, ഹൊറിസോണ്ടൽ സ്ട്രൈപ്പ് ഡീറ്റെയിലിംഗ് വളരെ ലൂസ് ഫിറ്റിങ്ങിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ലൈക്ക് ഈവൻ വെൻ യു സിറ്റിംഗ് ഡൗൺ ആൻഡ് തിങ്സ് ലൈക്ക് ദാറ്റ് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഫീൽ തന്നെ. അപ്പോൾ സ്ലബ് ഫിനിഷിങ്ങിൽ വന്നിട്ടുള്ള ഫാബ്രിക് ആണ്. ആൻഡ് സ്ക്രീൻ പ്രിൻറ്റഡ് ആയിട്ട് ഡിജിറ്റൽ പ്രിൻറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ. സ്ക്രീനല്ല, ഡിജിറ്റൽ പ്രിൻറ്റഡാണ് വന്നിരിക്കുന്നത്. ആൻഡ് ഇതിനകത്ത് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ വളരെ സിമ്പിളാണ്. ഇത് ലൈൻഡ് ആയിട്ടുള്ള ലുക്കാണ്. സെറ്റൂൺ ലൈനിങ് കൊടുത്തിട്ടുണ്ട്. സൈഡ് സ്ലിറ്റഡ് പാറ്റേൺ ആൻഡ് സ്ലീവ് വിത്തൗട്ട് ലൈനിങ് ആട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ സ്ലീവിൻ്റെ ഫിനിഷിങ്ങും നെക്കിൻ്റെ ഫിനിഷിങ്ങിലും ഒക്കെ നമുക്ക് ബോട്ടത്തിൻ്റെ ഒരു പാച്ച് ഡീറ്റെയിലിങ്ങും കൂടെ കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഓരോ പ്രിൻസ് ആയിട്ട് കാണാം. ഇതാണ് ഫസ്റ്റ് ലുക്ക്, പിങ്ക് ഷെയ്ഡ് ആൻഡ് ഒരു വളരെ ഫെമിനൻ ആയിട്ടുള്ള ഒരു ബട്ടർഫ്ലൈ ഫ്ലോറൽ ലുക്കിലൊക്കെ തന്നെയാണ് വന്നിരിക്കുന്നത്. സ്പ്രിംഗ് ഫീൽ. ഇനി സ്പ്രിംഗ് ഫീലിൻ്റെ 2 എണ്ണം വന്നിട്ടുണ്ട്. ആൻഡ് ദെൻ വി ഹാവ് ആൻ ഓട്ടം ഫീൽ ആസ് വെൽ. ഇത് ഭയങ്കര പാലറ്റും ദി ഗോൾഡൻ ലീവ്സും ഒക്കെ നമുക്ക് ആ ഒരു ഫീൽ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ബ്ലൂ ഒന്ന് നോക്കാം. അതൊരു ടീൽ ബ്ലൂ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ആൻഡ് ഇതാണ് അതിൻ്റെ ബോട്ടത്തിൻ്റെ ഫിനിഷിങ് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ വേറെ ഇരിക്കുന്ന 38 സൈസാണ് കേട്ടോ. വിത്തൗട്ട് ഓൾട്രേഷനാണ് വന്നിരിക്കുന്നത് ആൻഡ് മീഡിയം സൈസിൽ. അപ്പോൾ ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് ലുക്ക്. ഇതിൻ്റെ ബോട്ടത്തിൻ്റെ ഫിനിഷിങ് ഫ്ലാറ്റ് ഫ്രണ്ടാണ്. നീറ്റായിട്ടിരിക്കും ഫ്ലാറ്റ് ഫ്രണ്ട് ആകുമ്പോഴത്തേക്ക്. ബാക്കിൽ നമുക്ക് ഇലാസ്റ്റിക് ഡീറ്റെയിലിങ് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല വൈഡായിട്ട് തന്നെ ഫിനിഷ് ചെയ്തേക്കുന്ന ലെഗാണ്. കുറച്ച് ടേപ്പേർഡാണ്. ഞാൻ ഫിനിഷിങ് ഉദ്ദേശിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പോർഷൻസൊക്കെ നമുക്ക് ഒരു ദർ ഇസ് എക്സ്ട്രാ റൂം ഇൻ ഹിയർ ആൻഡ് ഇറ്റ്സ് കംഫർട്ടബിൾ ടു വെയർ. ലോ പോർഷനിലോട്ട് കുറച്ചൊരു ടേപ്പേർഡ് ആയിട്ടുള്ളൊരു ഫീലാണ്, പക്ഷേ കംഫർട്ടബിൾ ആയിട്ട് ലെഗൊക്കെ മൂവ് ഇൻ ആൻഡ് മൂവ് ഔട്ട് ചെയ്യും കേട്ടോ. സ്ട്രൈപ്പ് ഡീറ്റെയിലിംഗ് ആൻഡ് ഇതിൻ്റെ കൂടെ നമുക്ക് ആ ഒരു സ്പ്രിങ് ലുക്കിൽ വന്നിട്ടുള്ള ടോപ്പ്. ഇതാണ് എൻ്റെ സെക്കൻഡ് ലുക്ക്. ഇതൊക്കെ റൈറ്റ് നോ ഓൺ ഡിസ്കൗണ്ട് ആണ്. നമ്മുടെ കുർത്ത സെയിൽ നടക്കുന്നത് കാരണം യു ക്യാൻ ആക്ച്വലി ഗെറ്റ് ദീസ് ഇൻ ഡിസ്കൗണ്ട് ആസ് വെൽ. ചെക്ക് ഇറ്റ് ഔട്ട്. പിന്നെ നമുക്ക് നെക്സ്റ്റ് ഡിസൈൻ കാണാം. അപ്പോൾ ഓട്ടം ഫീൽഡിൽ നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ഇതാണ് കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ പ്രിൻറ്റിൻ്റെ അകത്ത് ബോട്ടത്തിൻ്റെ പ്രിൻറ്റിൽ വേരിയേഷൻ വരുന്നുണ്ട്, ടോപ്പിൻ്റെയും പ്രിൻറ്റിൽ വേരിയേഷൻ വരുന്നുണ്ട്. ഇതൊരു കുഞ്ഞു ഫ്ലോറൽ ഡീറ്റെയിലിംഗ് പോലത്തെ ഉള്ള ഒരു ലുക്കാണ്. ഒരു യെല്ലോയിഷ് ബേജ് ഷെയ്ഡിൽ വന്നിട്ടുള്ള ഡിസൈൻ. ആൻഡ് ഇതിൻ്റെയൊക്കെ നെക്ക് ലൈൻ ആക്ച്വലി റൗണ്ട് നെക്ക് ലൈൻ വിത്ത് പൈപ്പിംഗ് ഫിനിഷിങ്ങിലാണ് വന്നിരിക്കുന്നത്. ബാക്കി ആ ഒരു ടൈലറിങ് ഡീറ്റെയിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം സെയിം ആണ്. സ്ലീവിൻ്റെ എൻഡിൽ സ്ലീവിൻ്റെ എൻഡിലും നെക്കിൻ്റെ ഫ്രണ്ട് പാനലിലും ഈ ഒരു ബോട്ടത്തിൻ്റെ അതേ ഫാബ്രിക് ഡീറ്റെയിലിങ് കൊടുത്തിട്ടുണ്ട്. അപ്പം ബഡ്ജറ്റ് റേഞ്ചിൽ വന്നിരിക്കുന്ന കളക്ഷൻ വെരി കംഫർട്ടബിൾ. നമുക്ക് ഡെയിലി വെയർ, ഓഫീസ് വെയർ ആൻഡ് ദെൻ പിന്നെ നമുക്ക് ഈ ഒരു ഷോപ്പിംഗ് പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് പെട്ടെന്ന് ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന കുറച്ച് കളക്ഷൻസ് നമുക്ക് എല്ലാവർക്കും കാണുമല്ലോ. ആ ഒരു കാറ്റഗറിയിൽ 3 ഡിഫറെൻറ്റ് ഡിസൈൻസ് ചെക്ക് ഇറ്റ് ഔട്ട്. ട്രഡീഷണൽ ലുക്കിംഗ് ആയിട്ട് വന്നിട്ടുള്ള ഒരു കുർത്ത ആൻഡ് റെഡി ടു ഡിസ്പാച്ച് ആയിട്ട് നമ്മൾ അവൈലബിൾ ആക്കിയേക്കാണ്. ആൻഡ് ഇറ്റ്സ് ഓൾറെഡി ഇൻ ആ സ്റ്റോഴ്സ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് നല്ല രസമുള്ള ഒരു വയലറ്റ് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ആൻഡ് അതിനകത്ത് റസ്റ്റ് ഓറഞ്ചും ഓലിവ് ഗ്രീൻ്റെയും കോമ്പിനേഷനിൽ എംബ്രോയിഡറി ഡീറ്റെയിലിങ്ങോടുകൂടിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഫുൾ ഷോൾഡർ പോർഷനിലാണ് അതിൻ്റെ ആ ഒരു വർക്ക് ഹൈലൈറ്റ് വന്നിരിക്കുന്നത്. ടുവേർഡ്സ് സ്ലീവ് ഓൾസോ ഇറ്റ്സ് എക്സ്റ്റെൻഡ് ആൻഡ് അതിനകത്തൊരു സീക്വൻസ് ഡീറ്റെയിലും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഓൺലി 1499 VS115 എന്ന കോഡിൽ നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്ന ഒരു മെറ്റീരിയലും ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ലബ് ഡീറ്റെയിലിങ് വന്നിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ. നമുക്ക് ഈ ഒരു ലുക്ക് ആക്ച്വലി നമുക്ക് ട്രഡീഷണൽ ആയിട്ട് നമ്മളിപ്പം ഓണം ടൈമിലോട്ട് എന്തെങ്കിലും നോക്കുന്നുണ്ടെങ്കിലും അതിനും ഫിറ്റ് ആവുന്ന ടൈപ്പ് ഓഫ് ഒരു ലുക്കാണ്. അല്ലാണ്ട് നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ. നമുക്കിപ്പോൾ ഓണം മാത്രം അല്ലെങ്കിൽ ട്രഡീഷണൽ ഒക്കേഷൻ മാത്രം അല്ലാണ്ട് നമുക്കിത് കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ലുക്കാണ്. വിത്തൗട്ട് ലൈനിങ്ങിൽ വന്നിട്ടുള്ള സൈഡ് സ്ലിറ്റഡ് പാറ്റേണിൽ വരുന്ന കുർത്ത. നമുക്ക് ഞാനിപ്പോൾ വെയർ ചെയ്തിരിക്കുന്ന ഒരു മീഡിയം സൈസാണ്. ഞാൻ വിത്തൗട്ട് ഓൾട്രേഷൻ മീഡിയം സൈസ് വെയർ ചെയ്തിരിക്കുകയാണ്. 3/4 സ്ലീവ് പാറ്റേൺ ആൻഡ് നമുക്കിത് കോൺട്രാസ്റ്റ് കോമ്പിനേഷൻസിൻ്റെ കൂടെ റസ്റ്റ് ഓറഞ്ച് പോലെയുള്ള ഷെയ്ഡ്സിൻ്റെ ഒലിവിൻ്റെ കൂടെയൊക്കെ നമുക്കിതിൻ്റെ
പെയർ ചെയ്യാൻ പറ്റുന്ന ലുക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു ഒലിവിൻ്റെ ഒരു ബോട്ടം ആൻഡ് ദുപ്പട്ട നമുക്ക് വേറെ ഏതെങ്കിലും കോമ്പിനേഷൻസിൻ്റെ കൂടെ ഉള്ളതുണ്ടെങ്കിലും സൽവാർ സെറ്റായിട്ട് നമുക്ക് ആക്ച്വലി ആക്കിയാലും ഫിറ്റ് ആവും. ആ ഒരു ലുക്ക് ഇതിനകത്ത് ഫിറ്റ് ആവുന്നതാണ്. ചെക്ക് ഇറ്റ് ഔട്ട്. VS115 കോട്ടൺ സിൽക്കിൻ്റെ ഉള്ള ഒരു സ്ലബ് ഡീറ്റെയിലിംഗ് വന്നിട്ടുള്ള ഒരു മെറ്റീരിയലിൽ നല്ലൊരു കളർ, നമുക്ക് ട്രഡീഷണൽ കളേഴ്സിൻ്റെ അകത്ത് വന്നിട്ട് എൻ്റെ ഒരു അത്യാവശ്യം മോഡസ്റ്റ് ആയിട്ട് വന്നേക്കുന്ന ഒരു നെക്ക് ലൈൻ, ഒരു കർവ് ഫ്രീ പാറ്റേണിൽ വന്നിട്ടുള്ള നെക്ക് ലൈനിൽ വരുന്ന കുർത്ത.